നമ്മുടെ ജീവിതം ചികിത്സിക്കാനുള്ളതാണോ അതോ നമ്മുടെ ചികിത്സ ജീവിതത്തിനെ കൂടുതൽ നന്നാക്കി കൊണ്ടുപോകാനാണോ? ഇവിടെയാണ് പാലിയേറ്റീവ് കെയർ എന്താണ് എന്നുള്ളത് ആൾക്കാർ തിരിച്ചറിയേണ്ടത്. നിങ്ങളെ കൂടുതൽ നന്നായിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ചികിത്സയാണ് പാലിയേറ്റീവ് കെയർ. ഇവിടെ നിങ്ങളുടെ ചികിത്സയും കിട്ടും, നിങ്ങളുടെ പരിചരണവും കിട്ടും, നിങ്ങളുടെ ഇഷ്ടങ്ങളും കേൾക്കും, നിങ്ങളെ ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കും. മറ്റേത് നിങ്ങളെ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ്, നിങ്ങളല്ലെങ്കിൽ ഒരു കൊറോണറി ഹാർട്ടിൻ്റെ പേഷ്യൻറ്റ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കുക. ഇവിടെ നിങ്ങളെ ആ ഒരു വ്യക്തിയായിട്ട് കണ്ട് ആ വ്യക്തികളുടെ ഉള്ളിലുള്ള അസുഖങ്ങളെ മനസ്സിലാക്കി അതിൽ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും ആശ്വാസം കിട്ടുന്ന രീതിയിൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു കംപ്ലീറ്റ് കവർ കൊടുത്തിട്ട് ടോട്ടൽ കെയർ എന്ന് പറയും. ജീവിതത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും ഈ ശരീരത്തിലെ മനസ്സിനെ മാറ്റിവെച്ചിട്ട് ചികിത്സിക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിനുള്ള ബുദ്ധിമുട്ടുകളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യും. സാമൂഹ്യമായ പ്രശ്നങ്ങൾ, പലരും വർഷങ്ങളായിട്ട് എന്നെ ഒരാൾ ഇതുവരെ തൊട്ടിട്ട് പോലില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അവർ ഏകാന്തതയിലൊക്കെ ഉള്ളിൽ വലിഞ്ഞു പോകുന്ന ആൾക്കാർ. അത്തരം ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിചരണം കൊടുത്ത് സമൂഹത്തിൻ്റെ ഒപ്പം കൂട്ടി അവരെ നന്നാക്കി ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ആത്മീയമായ ഒരു പരിചരണം പോലും പാലിയേറ്റീവ് കെയറിൻ്റെ പാർട്ടാണ്. വൈ മീ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതൊക്കെ പലരെയും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലുള്ള പരിചരണവും ഒന്നിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും നല്ലൊരു ചികിത്സാ രീതിയാണ് പാലിയേറ്റീവ് മെഡിസിൻ. അതിലത്തെ പരിചരണ പാർട്ടാണ് പാലിയേറ്റീവ് കെയർ.